പക്ഷേ ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം ഇനി ഒരു 48 മണിക്കൂറിനകം നോബൽ പ്രൈസ് ഓസ്ലോയിൽ പ്രഖ്യാപിക്കപ്പെടും. അതിലാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. കാരണം ഈ സോ കോൾഡ് പ്രസിഡൻസ് പ്ലാൻ ഫോർ പീസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം ഏറ്റവും കൂടുതൽ അവിടെ ഒരു സമാധാനം വന്നാൽ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം സാധിക്കും, നോബൽ പ്രൈസ് ലഭിക്കും എന്നുള്ളതാണെന്ന് തോന്നുന്നു. പക്ഷേ അതൊരിക്കലും റിയലിസ്റ്റിക് അല്ല. കാരണം ആരും നോബൽ പ്രൈസ് ചോദിച്ച് വാങ്ങിച്ചതായിട്ട് നമ്മളിതുവരെ ചരിത്രത്തിലുണ്ടായിട്ടില്ല. അതും ഒരു പ്രസിഡൻറ്റ് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അത് നോട്ട് ലൈക്ലി ആണ്. പക്ഷേ എന്നാലും എങ്ങനെയോ എവിടെയോ ഒരു ചിന്ത ഇതുണ്ട്, നമുക്ക് ഈ അടുത്ത 48 മണിക്കൂറിനകം സമാധാനം വരുന്നത് നല്ലതാണ് എന്നുള്ളത്. തീർച്ചയായിട്ടും അതെ, അത് നോബൽ പ്രൈസുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ അദ്ദേഹം മുന്നോട്ട് വച്ചിരിക്കുന്ന പ്ലാൻ എല്ലാം കൂടെ നോക്കിയാൽ നമുക്കറിയാം, ഇത് പാലസ്റ്റീൻ രാജ്യം അല്ലെങ്കിൽ ഒരു പ്രത്യേക പാലസ്റ്റീന് മാത്രമുള്ള, പാലസ്റ്റീന് ഒരു സോവറിറ്റിയുള്ള ഒരു രാജ്യം ഉണ്ടാകാനുള്ള ഒരു ചിന്തയും ഇവിടെയില്ല, ഒരു ഇൻഡിക്കേഷനുമില്ല. അപ്പോൾ അങ്ങനെ 2 സ്റ്റേറ്റ് തിയറിയെ മുഴുവനായിട്ട് അവസാനിപ്പിക്കുക എന്നുള്ളതും കൂടി ഇതിൻ്റെ ഭാഗമാണ്.